ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ ഈ സെറ്റപ്പൊക്കെ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും, നമ്മളൊരു കുക്കിംഗ് വ്ളോഗാണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഈ കുക്കിംഗ് വ്ളോഗിൽ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അയല മാങ്ങയിട്ട് വെച്ച ഒരു കറിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ അയല മാങ്ങയിട്ട് വയ്ക്കാൻ പോവാണ്. നമുക്ക് കുറച്ച് സുന്ദരൻ മാങ്ങകൾ കിട്ടിയിട്ടുണ്ട്. പിന്നെ നല്ല അടിപൊളി അയല, അത് നമ്മൾ മാങ്ങയിട്ട് എങ്ങനെയാണ് വെക്കുന്നതെന്നാണ് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ വിശേഷത്തിലേക്ക് കിടക്കാം. നമ്മുടെ മാങ്ങയുടെ പുളി അറിയുക എന്നുള്ളത് വലിയ കാര്യമാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പുളി നോക്കുകയാണ്. നല്ല പുളിയാണ്. പുളി ഇത് ഒരു മാങ്ങ പോലെ നമുക്ക് വേണ്ട. അപ്പം നമ്മൾ മാങ്ങ അരിയാൻ പോകണം. ഹനുമാൻ സ്വാമി ഉണന്നു. ഞാൻ പോയി എടുത്തുന്നില്ലാവേ. ഇനി 5 പച്ചമുളക് അരി കേട്ടോ. ഓക്കെ. അപ്പം എൻ്റെ ഈ കയ്യിൽ കാണുന്നത് ഉണ്ടമല്ലിയാണ്. ഈ ഉണ്ടമല്ലിയിട്ട് ആദ്യം ഒന്ന് പൊടിച്ച് കുറച്ച് തേങ്ങയൊക്കെ ചേർത്തിട്ടാണ് നമ്മൾ ഈ അരപ്പ് ഉണ്ടാക്കുന്നതിൻ്റെ. അപ്പോൾ കുറച്ച് 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഈ ഉണ്ടമല്ലി 1 സ്കൂപ്പാണ് കേട്ടോ ആക്ച്വലി എടുത്തിരിക്കുന്നത്. ഒരു ചെറിയ സ്പൂണിന് 1 സ്കൂപ്പാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ നമ്മൾ 1 സ്പൂൺ മഞ്ഞളും കൂടെ ചേർത്തിരിക്കുകയാണ്. പിന്നെ നമ്മൾ ഇത്രയും തേങ്ങയെ അരപ്പിനായിട്ട് എടുക്കുന്നുള്ളൂ. നമ്മൾ എത്ര വറ്റൽമുളക് ഇടണം അമ്മേന്? 50 വറ്റൽമുളകുണ്ട്. ഓക്കെ, 9 വറ്റൽമുളകാണ് നമ്മൾ ഇതിൻ്റെ അരപ്പിന് വേണ്ടി എടുക്കുന്നത്. അപ്പോൾ വറ്റൽമുളകും കുറച്ച് തേങ്ങയും പിന്നെ 1 സ്പൂൺ ഉണ്ടമല്ലിയും പിന്നെ നമ്മൾ 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ നന്നായിട്ട് അരയ്ക്കണം. നന്നായിട്ട് അരയ്ക്കണം. സോറി, ഞാൻ പീര ഉണ്ടാക്കുന്നതിലേക്കാണ് പോയത്. നമ്മുടെ ഏറ്റവും വലിയൊരു പ്രശ്നം ഇപ്പൊ പനിയുള്ളതുകൊണ്ടാട്ടോ. അപ്പൊ നമ്മളൊരു 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അപ്പൊ ആ പച്ചമുളക് നമ്മൾ ഇതിനകത്ത് ചേർക്കാനായിട്ട്. അവളെ കൊച്ചു കരഞ്ഞുകൊണ്ട് പോയി, അതുകൊണ്ട് ഞാൻ ഏറ്റെടുത്തു ആ ജോലി. മീൻ കണ്ടിക്കുമല്ലേ? ഈ നമ്മൾ 3ആയിട്ടാണ് കണ്ടിക്കുന്നത് അയില. സാധാരണ സ്ഥലം വലിയ അയിലയത്. മാങ്ങ ഇട്ടു, പച്ചമുളക് ഇട്ടു, കരിവേപ്പില ഇട്ടു, മീനിട്ടു, ഒരു ടീസ്പൂൺ ഉപ്പ്, തേങ്ങയും മല്ലി, ഉണ്ടമല്ലി, മുളകും കൂടി അരച്ചതാണ്. അത് നമുക്ക് ഒഴിക്കുകയാണ്. കരിവേപ്പിലേ പാകും. സ്വാദ് കിട്ടണ്ടേ? അടച്ച് വയ്ക്കണം തിളയ്ക്കുന്ന വരെ. ഈ ഫാൻ അമ്മയ്ക്കരാവോ? ഓ, ഫാൻ പിടിച്ചോണ്ട് നടക്കുന്നേ. ഒരു ഫാനേല ഞങ്ങൾ ഇരിക്കുന്നത്. ഫാൻ പിടിച്ചാണ് നടക്കുന്നേ. ഈ കൊച്ചു എന്തോ കുഴപ്പമുണ്ട് കേട്ടോ. എന്നാ കൈ പോയാ നിങ്ങൾക്ക് പനി ആയതുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും നോട്ടികളായിട്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് ഇത്രയും നോട്ടിനെസ് ഇല്ല ആക്ച്വലി. വളരെ നല്ല കുട്ടിയായിരുന്നു. പക്ഷെ 2 ദിവസമായിട്ട് പനി ആയതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള അസ്കിതകളൊക്കെ കാണിക്കുന്നുണ്ട്.
എം 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 ഈ മാങ്ങ അല്ല ഇനി മണം വന്നപ്പോ ഗുമിക്ക് മീൻകറി വേണം ഇപ്പം. കറണ്ട് ഇല്ലാതെ ഇത്രയും ലൈറ്റ് ഇവിടുന്ന വന്നത് ഇപ്പൊ എല്ലാവരും ചിന്തിക്കുന്നുണ്ടാവും. പക്ഷെ കറണ്ട് ഇല്ല, നമ്മൾ ആർട്ടിഫിഷ്യലി സെറ്റ് ചെയ്തിരിക്കുക. അല്ലെങ്കിൽ പോവല്ലേ കേട്ടോ. ഇഡളി നമ്മുടെ മാങ്ങ ആക്ച്വലി ഒരു ടെറർ ആയതുകൊണ്ട് നമുക്ക് ഇച്ചിരി പേടിയുണ്ടായിരുന്നു. ബട്ട് കുഴപ്പമില്ലാന്ന് തോന്നുന്നു. ആ ശകലം ഉപ്പുടിടാം. ഭൂമിക്ക് വേണോ? അതിലും മീമി വേണോ? ഇന്നും പറ്റിയേ ഒച്ചല്ലോ അമ്മയുടെ തന്നെ. എന്ത് പറ്റിയേ? ഭൂമിക്ക് അതിലും മീമി വേണോ? സ്പൂണുകൊണ്ട് ഇളക്കിയല്ലേ അതിൽ ഉടഞ്ഞു പോകും. വെച്ചിട്ടേ ഉള്ളൂ. ഇത് കഴിഞ്ഞിട്ട് എന്തൊക്കെയാന്ന് നമുക്ക് അമ്മയോട് ചോദിക്കാം. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് തിളച്ച് വരുമ്പോ നമ്മൾ അടപ്പെടുത്ത് മാറ്റിയിട്ടൊന്ന് ഇളക്കി ചുറ്റിച്ച് വയ്ക്കും. അതെ. അതിൽ നന്നായിട്ട് തിളച്ച് വന്നിരിക്കുകയാണ് നമ്മുടെ മാങ്ങ ഇട്ട അയലക്കറി. അപ്പം ആക്ച്വലി കുഞ്ഞുവാവ എന്നെ കൊണ്ട് അധികം ഒന്നും ഇതിനകത്ത് ഇൻവോൾവ് ചെയ്യിപ്പിച്ചില്ലെങ്കിലും ഇച്ചിരി ഉപ്പ് നോക്കണമല്ലോ അവസാനം. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടാ. നമ്മുടെ കുടംപുളി ഇടിയല്ലേ അതേപോലെ തന്നെ നമ്മുടെ മാങ്ങ നമ്മൾ ചതച്ചിട്ടില്ല കേട്ടോ, നന്നായിട്ടുണ്ട്. മാങ്ങ ചേർന്നിട്ടുണ്ട്, ഉപ്പുണ്ട്, എല്ലാം നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇത് അവസാനത്തെ തിളയാന്നാണ് പറഞ്ഞ അമ്മ. നമുക്കിത് കഴിയുമ്പോഴത്തേക്കും ഓഫ് ചെയ്തിട്ട് നമ്മുടെ ചോറിൻ്റെ കൂടെ നമുക്ക് കഴിക്കാം. അതാണ് മാങ്ങയിട്ട അയലക്കറി നമ്മുടെ ഡൈനിങ് ടേബിൾ സെർവ് ചെയ്യപ്പെടാൻ വളരെ കാത്തിരിക്കുകയാണ്. ചേട്ടാ എന്നാലും ചേട്ടൻ വിളമ്പട്ടെ? നീട്ടിപ്പിക്കാം കേട്ടോ. ഓക്കെ. ഡു യു വാണ്ട് അനദർ പീസ്? ഒരു പീസ് കുറച്ച്. ഓക്കെ. 2 പച്ചമുളകും കൂടെ. ഫാനാണ് പച്ചമുളകിൻ്റെ. അപ്പം ഇച്ചിരി എടുത്ത് ടേസ്റ്റ് ചെയ്യാം. ആക്ച്വലി എൻ്റെ ചാറാട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ ചാറിനൊരു പുളിയും ഒരു എരിവും ഉപ്പും ഒക്കെ കുടിച്ചെന്ന് അടിപൊളിയാണ്. അതെ, ഇതിനകത്ത് ഇട്ടത് എരിവും പുളി ഉപ്പായതുകൊണ്ട് അതങ്ങനെ വരും. എന്നാലും പറയാതിരിക്കാൻ പറ്റില്ല, മസ്റ്റ് ട്രൈ ആണ്. കാരണം പലരും മല്ലിപ്പൊടിയും മുളക് പൊടിയൊക്കെ ഇട്ടാണ് നമ്മളിങ്ങനെ അയില മാങ്ങ ഇട്ട് വെച്ചാലും മിക്കയിടത്തും അങ്ങനെ മല്ലിപ്പൊടിയൊക്കെ ഇട്ട് തന്നെ വെക്കണേ അല്ലേ? ഇവിടെ അമ്മ ഉണ്ടാക്കുന്നത് ഉണ്ടമല്ലി ഇട്ടാം. പക്ഷെ ഞാൻ എൻ്റെ വീട്ടിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയൊക്കെ ചെയ്യുന്നത് ഇതേപോലെ മല്ലിപ്പൊടിയും മുളക് പൊടിയൊക്കെ ഇടാൻ വേറൊരു ടേസ്റ്റാണ്. പക്ഷെ അതിനേക്കാളും ടേസ്റ്റ് എനിക്ക് തോന്നുന്നു ഉണ്ടമല്ലി ഇട്ട് വെക്കുമ്പോൾ തന്നെയാണ് അതിൻ്റെ ടേസ്റ്റ് എന്നാട്ടോ തോന്നുന്നത്. നല്ല അടിപൊളി മീൻകറിയാണ്. യെസ്, മീൻകറി ഇത്രയും രുചികരമായി വെച്ച് തന്നെ അമ്മയ്ക്ക് നമുക്ക് നല്ലൊരു താങ്ക്സ് പറയാം. കാരണം നല്ല മീൻകറിയാണ് കേട്ടോ, പറയാതിരിക്കാം. അവർ അമ്മ വയ്ക്കുന്ന മീൻകറി എല്ലാം അടിപൊളിയാണ്. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കണം. നെക്സ്റ്റ് വ്ലോഗ് വേറൊരു വിശേഷമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. ബൈ. വരും. അതെ, തീർച്ചയായും വരും, വരാതിരിക്കില്ല.